ഇപ്പോൾ നടത്തുന്ന യുദ്ധം നോക്കുമ്പോൾ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം നാളിന്നുവരെ 22 യാർഡ് ക്രീസിൽ നടത്തിയതെല്ലാം ചെറിയ പോരാട്ടങ്ങളാണ്. കാരണം ക്രിക്കറ്റിൽ അടുത്ത കാലത്തൊന്നും ആർക്കും ധൈര്യം പോലും വരാത്തൊരു വലിയ യുദ്ധത്തിനാണ് ബംഗ്ലാദേശ് ഒരുങ്ങുന്നത്. പക്ഷേ എത്ര നേരം അവർ പൊരുതുമെന്നും എത്ര നേരം പിടിച്ചു നിൽക്കാനാകുമെന്നും കണ്ടറിയണം. കാരണം അപ്പുറത്തുള്ളത് ഇന്ത്യയാണ്. ലോക ക്രിക്കറ്റിലെ ഏറ്റവും പവർ ഹൗസായ ഇന്ത്യയോടും ഇന്ത്യയുടെ കൺട്രോളിലാണെന്ന ആക്ഷേപമുള്ള ICCയോടും ഏറ്റുമുട്ടാനുള്ള തീരുമാനത്തിൽ ബംഗ്ലാദേശിനെ ഖേദിക്കേണ്ടി വരുമോ? ലോകകപ്പ് ബഹിഷ്കരണവും പിന്മാറ്റവും ബംഗ്ലാ ക്രിക്കറ്റിനെ ഏത് വിധേനയാകും ബാധിക്കുക? പരിശോധിക്കാം. പ്രശ്നങ്ങളുടെ തുടക്കം എവിടെ നിന്നാണെന്ന് നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്തതാണ്. IPL ലേലത്തിൽ വിൽക്കപ്പെട്ട ഒരേയൊരു ബംഗ്ലാദേശ് ബോളറായിരുന്നു മുസ്തഫിസുർ റഹ്മാൻ. 9 കോടിയിലേറെ നൽകിയാണ് കൊൽക്കത്ത ഫിസിനെ സ്വന്തമാക്കിയത്. പക്ഷേ ബംഗ്ലാദേശിലെ ആഭ്യന്തര സംഘർഷങ്ങളും പ്രതിസന്ധികളും തുറന്നത് പുതിയ പ്രതിസന്ധികളാണ്. ബംഗ്ലാദേശിൽ ഹിന്ദു വിഭാഗങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒരു ബംഗ്ലാദേശ് ഇന്ത്യയിൽ കളിക്കുന്നത് എങ്ങനെയാണെന്ന ചോദ്യം ഇന്ത്യയിലെ വലതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു. കൊൽക്കത്ത ഓണറായ ഷാരൂഖ് ഖാൻ ഇതിൻ്റെ പേരിൽ വിമർശിക്കപ്പെട്ടു, രാജ്യദ്രോഹിയായി. അധികം വൈകാതെ മുസ്തഫിസുർ IPL കളിക്കില്ലെന്ന് BCCI പ്രഖ്യാപിക്കുകയാണ്. ഇത് തങ്ങളുടെ രാജ്യത്തിനും ടീമിനും എതിരാണെന്നാണ് ബംഗ്ലാദേശ് വിശ്വസിച്ചത്. വൈകാതെ ബംഗ്ലാദേശ് അതിനെ മറുപടി നൽകാൻ തീരുമാനിക്കുന്നു. അതിനുള്ള ഏറ്റവും വലിയ ആയുധം വരാനിരിക്കുന്ന 2020 ലോകകപ്പാണെന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്തു. ലോകകപ്പിൽ ഇന്ത്യയിലിറങ്ങാൻ തങ്ങൾ സന്നദ്ധരില്ലെന്നും തങ്ങളുടെ മത്സരങ്ങൾ ലങ്കയിലേക്ക് മാറ്റണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ബംഗ്ലാദേശ് ഗവൺമെൻറ്റിൻ്റെ കൂടി നിർദ്ദേശത്തിലായിരുന്നു ബംഗ്ലാ ക്രിക്കറ്റ് ബോർഡ് പോര് തുടങ്ങിയത്. IPL ബംഗ്ലാദേശിൽ സംപ്രേഷണം ചെയ്യില്ലെന്നായിരുന്നു അടുത്ത തീരുമാനം. പാകിസ്ഥാൻ പങ്കെടുക്കാത്തതിനാൽ ഓൾറെഡി ടൂർണമെൻറ്റ് ഹൈബ്രിഡ് മോഡലിൽ ലങ്കയിൽ കൂടിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അനുകൂലമായി ICC നിൽക്കുമെന്നായിരുന്നു അവരുടെ ആദ്യ പ്രതീക്ഷ. പക്ഷേ ആദ്യം മുതലേ ICC ബംഗ്ലാദേശിൻ്റെ തീരുമാനത്തോട് പുറംതിരിഞ്ഞു നിന്നു. പിന്നാലെ ICC 16 ക്രിക്കറ്റ് ബോർഡുകളെ വെച്ചൊരു വോട്ടെടുപ്പും ഒരുക്കി. ഇന്ത്യയിലെ തങ്ങളുടെ മത്സരങ്ങൾ സുരക്ഷിതമല്ല എന്ന ബംഗ്ലാദേശിൻ്റെ വാദത്തിന് അനുകൂലമായി വോട്ട് ചെയ്തത് പാകിസ്ഥാൻ മാത്രം. അഥവാ 14-2 എന്ന മൃഗീയ ഭൂരിപക്ഷത്തിന് ബംഗ്ലാദേശ് അവിടെ തോറ്റു. ICC ഇവൻറ്റുകളിൽ രാഷ്ട്രീയ കാരണങ്ങളെ ചൊല്ലി വേദികൾ മാറ്റാൻ ടീമുകൾ ആവശ്യപ്പെടുന്നത് തെറ്റായ രീതിയായാണ് അംഗങ്ങൾ കണ്ടത്. പ്രത്യേകിച്ചും ലോകകപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് കണ്ടതോടെ ബോൾ പൂർണ്ണമായും ICCയുടെ കോർട്ടിലായി. വൈകാതെ ICC ബംഗ്ലാദേശിനൊരു ഡെഡ് ലൈൻ കൊടുത്തു. 24 മണിക്കൂർ നൽകാം. അതിനുള്ളിൽ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ സമ്മതമാണെന്ന് അറിയിച്ചാൽ കളിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കും. പകരം ടൂർണമെൻറ്റിൽ പങ്കെടുക്കാത്തവരിൽ മികച്ച റാങ്കുള്ള സ്കോട്ട്ലൻഡിനെ കളിപ്പിക്കുമെന്നതായിരുന്നു ICC വെച്ച ഭീഷണി. അതോടെ ബംഗ്ലാദേശിന് ആധിയായി. അല്പസമയം കൂടി സമയപരിധി നൽകണമെന്നായിരുന്നു ബംഗ്ലാ ക്രിക്കറ്റ് ബോർഡിൻ്റെ മറുപടി. സർക്കാരുമായി കൂടി ആലോചിക്കണമെന്നായിരുന്നു അവർ കാരണമായി പറഞ്ഞത്. എന്നാൽ സമയം നീട്ടി നൽകാനാകില്ലെന്നും ലോകകപ്പിന് സ്കോട്ട്ലൻഡിന് ഒരുങ്ങാൻ മിനിമം 15 ദിവസങ്ങളെങ്കിലും വേണമെന്നും ICC മറുപടി നൽകുന്നു. പിന്നാലെ ബംഗ്ലാദേശിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. ഇത്രയും പൊരുതിയിട്ട് ലോകകപ്പിൽ പങ്കെടുത്താൽ അതൊരു മുട്ടുമടക്കലായിരിക്കുമെന്ന് ബംഗ്ലാദേശ് സർക്കാർ വിലയിരുത്തുന്നു. പിന്നാലെ ബംഗ്ലാദേശ് സ്പോർട്സ് അഡ്വൈസർ ആസിഫ് നസ്രുൽ ലോകകപ്പിൽ പങ്കെടുക്കില്ല എന്ന കടുപ്പമേറിയ തീരുമാനം കളിക്കാരെയും ബോർഡിനെയും അറിയിക്കുകയാണ്. കളിക്കാരോട് സമ്മതം പോലും ചോദിക്കാതായിരുന്നു ഈ തീരുമാനം. മുസ്തഫിസുർ എന്ന ഒരു താരത്തിന് സുരക്ഷ നൽകാനാകില്ലെന്ന് പറഞ്ഞ് പുറത്താക്കിയ രാജ്യം എങ്ങനെ ബംഗ്ലാ ടീമിന് ഒന്നാകെ സുരക്ഷ നൽകുമെന്നായിരുന്നു ബംഗ്ലാദേശ് ഇതിനെ ന്യായീകരണമായി പറഞ്ഞത്. ICC നൽകിയ 24 മണിക്കൂർ സമയത്തിനുള്ളിൽ ബംഗ്ലാദേശ് മറുപടി നൽകാതായതോടെ ICC സ്കോട്ട്ലൻഡിനോട് റെഡിയാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1996-ലെയും 2003-ലെയും ലോകകപ്പുകളിൽ പല ടീമുകളും പങ്കെടുക്കില്ല എന്ന് അറിയിച്ചപ്പോഴും തങ്ങൾ അതിനെ അനുവദിച്ചിരുന്നില്ല എന്നാണ് ICC ഇതിനെ കാരണമായി ബംഗ്ലാദേശിനോട് പറഞ്ഞത്. എന്നാൽ ICCക്കെതിരെ മറുപടിയുമായി ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ അമിനുൽ ഇസ്ലാം രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ: ICC ഞങ്ങളോട് 1996-ലെയും 2003-ലെയും ഉദാഹരണങ്ങളാണ് പറയുന്നത്. എന്നാൽ അടുത്തിടെ നടന്ന ചില സംഭവങ്ങൾ ഞങ്ങളവരെ ഓർമ്മിപ്പിക്കുകയാണ്. പോയ വർഷം ഫെബ്രുവരിയിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു രാജ്യം പങ്കെടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്കായി ഒരു ന്യൂട്രൽ വെന്യൂ ഒരുക്കി നൽകി. ആ രാജ്യം അവരുടെ എല്ലാ കളികളും ഒരേ രാജ്യത്ത് ഒരേ ഗ്രൗണ്ടിലാണ് കളിച്ചത്. സ്റ്റേ ചെയ്തത് ഒരേ ഹോട്ടലിലും. അതൊരു പ്രിവിലേജാണ്, അമിനുൽ പ്രതികരിച്ചു. പോയ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ മാത്രം UAE കളിച്ചതിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. കൂടെ അദ്ദേഹം ഇങ്ങനെ കൂടി കൂട്ടിച്ചേർത്തു: ക്രിക്കറ്റിൻ്റെ പ്രചാരം നശിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് 20 കോടി ജനസംഖ്യയുള്ള ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരു രാജ്യത്തെ ICC അവഗണിക്കുകയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ബഹിഷ്കരണങ്ങൾ ക്രിക്കറ്റിൽ പുതിയ സംഭവമല്ല. 1996-ലെ ലങ്കൻ ലോകകപ്പിൽ വിൻഡീസും ഓസ്ട്രേലിയയും പങ്കെടുക്കില്ല എന്നായിരുന്നു ആദ്യം അറിയിച്ചത്. പക്ഷേ അന്ന് ടൂർണമെൻറ്റിന് മുന്നോടിയായി ഇന്ത്യയും പാകിസ്ഥാനും ചേർന്നൊരു കമ്പൈൻ 11 ഉണ്ടാക്കി ലങ്കയ്ക്കെതിരെ ഒരു പ്രദർശന മത്സരം കളിച്ചു. ലങ്ക സേഫാണെന്ന് പ്രഖ്യാപിക്കാനായിരുന്നു അത്. 2003-ൽ സിംബാബ്വേയിലെ മത്സരങ്ങൾ കളിക്കാതെ ഇംഗ്ലണ്ടിൽ പിന്മാറിയിരുന്നു. UK ഗവൺമെൻറ്റിനോടുള്ള സിംബാബ്വെ പ്രസിഡന്റ് റോബർട്ട് മുഗാബെയുടെ നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു ഇത്. 2009-ൽ ഇംഗ്ലണ്ടിൽ നടന്ന 2020 ലോകകപ്പ് സിംബാബ്വേയും ബഹിഷ്കരിച്ചു. അന്നൊന്നും ICC പകരം വേദി നൽകിയിരുന്നില്ല.
പക്ഷേ ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാൻ സുരക്ഷിതമല്ലെന്ന ഇന്ത്യയുടെ വാദം ICC കേട്ടു. അതോടെ ഇന്ത്യയിൽ ICC മത്സരങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് പാകിസ്ഥാനും തീരുമാനിച്ചു. അതോടെ 2020 ലോകകപ്പിന് ഹൈബ്രിഡ് മോഡൽ നടപ്പാക്കി. ഈ രീതി ഏഷ്യാകപ്പ് അടക്കമുള്ളവയിൽ നേരത്തെ നടപ്പായതുമാണ്. ലോകകപ്പിൽ ബംഗ്ലാദേശ് കളിച്ചില്ലെങ്കിൽ അത് ഇന്ത്യക്കോ ഒരു പരിധിവരെ ICCക്കോ കാര്യമായി ബാധിക്കില്ല എന്നുറപ്പാണ്. പക്ഷേ ബംഗ്ലാദേശിന് കനത്ത സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുക. ICC ഇവന്റുകളാണ് ബംഗ്ലാ ക്രിക്കറ്റ് ബോർഡിന്റെ പ്രധാന റവന്യൂ. കൂടെ വലിയ വരുമാനമുണ്ടാക്കാൻ സാധിക്കുന്ന ഇന്ത്യയുമായുള്ള പരമ്പരകൾ ഇല്ലാതെയായി മാറും. പല സ്പോൺസർമാരും പിന്മാറുകയും ചെയ്യും. ബംഗ്ലാദേശിൽ ഒരു പരമ്പരയ്ക്ക് ഇന്ത്യയും തയ്യാറാകില്ല. ഫലത്തിൽ ICC ടൂർണമെന്റ് ഹോസ്റ്റിംഗ് എന്നത് അവർക്ക് സ്വപ്നമായി മാത്രം മാറും. കൂടെ കളിക്കാർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ വേറെയും. സത്യത്തിൽ ഈ വിഷയത്തിൽ ബംഗ്ലാദേശിലെയോ ഇന്ത്യയിലെയോ ക്രിക്കറ്റ് താരങ്ങൾക്ക് ഒരു പങ്കുമില്ല. തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളുമെല്ലാം ബോർഡുകളുടേതാണ്. പിന്നിലുള്ളത് സർക്കാരുകളും. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം?